നമസ്കാരം. UAE-യിൽ 2020 പ്രവാസികളെ നേരിട്ട് ബാധിക്കുന്ന നിരവധി നിയമപരവും സാമ്പത്തികപരവുമായ പരിഷ്കാരങ്ങൾ വരും. ജീവിത നിലവാരം ഉയർത്തുന്നതിനും സാമ്പത്തിക ഘടന ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഈ മാറ്റങ്ങൾക്ക് പ്രവാസികൾ പ്രത്യേക ശ്രദ്ധ നൽകണം. ഫ്രീ സോണുകളിലെ കോർപ്പറേറ്റ് നികുതി ഇളവുകൾ പുനഃപരിശോധിക്കുന്നത് വഴി ചെറുകിട ഇടത്തരം ബിസിനസ്സുകാരുടെ ചെലവുകൾ ഉയരും. കൂടാതെ തൊഴിൽ നിയമങ്ങൾ കൂടുതൽ കർശനമാവുകയും വിസ മാനദണ്ഡങ്ങൾ കടുപ്പിക്കുകയും ചെയ്യും. ഗ്രീൻ ഗോൾഡൻ വിസ പദ്ധതികളിലെ മാറ്റങ്ങൾ, ട്രാഫിക് നിയമങ്ങളിലെ പിഴ വർധന, സൈബർ നിയമങ്ങളിലെ കാർക്കശ്യം എന്നിവയും ശ്രദ്ധേയമായ മറ്റു പരിഷ്കാരങ്ങളാണ്. ഈ മാറ്റങ്ങൾ പ്രവാസികളുടെ സാമ്പത്തിക ബാധ്യതകളും ജീവിതശൈലിയും ഒക്കെ നേരിട്ട് സ്വാധീനിക്കുന്നതാണ്. 2026 കടക്കുന്നതോടെ വൻ മാറ്റങ്ങൾ വരുമെന്ന് ചുരുക്കം. മാറ്റങ്ങൾക്കെന്നും തുടക്കം കുറിക്കുന്നത് UAE-യിൽ നിന്നാണ്. അതിനാൽ അടുത്ത വർഷത്തിലേക്ക് കടക്കുമ്പോൾ ചില നിയന്ത്രണങ്ങളും അതുപോലെ കർശന നിയമങ്ങളും ഒക്കെ പ്രാബല്യത്തിലെത്തും. ഇതിൽ കൂടുതലും ജീവിത നിലവാരം ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാനമായ ചില പരിഷ്കാരങ്ങളാണ്. അതിനാൽ ഈ മാറ്റങ്ങൾ UAE-യിലെ പ്രവാസികൾ പ്രത്യേക ശ്രദ്ധ നൽകണം. UAE-യിൽ 2023 ജൂൺ 1 മുതൽ 9% കോർപ്പറേറ്റ് നികുതി പ്രാബല്യത്തിൽ വന്നെങ്കിലും ചില ഫ്രീ സോണുകളിൽ 5% നികുതി ഇളവുകൾ 2026 പുനഃപരിശോധിക്കപ്പെടും. അത് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതുമാണ്. അതിനാൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നടത്തുന്ന പ്രവാസികളെ ഇത് നേരിട്ട് ബാധിക്കും. നികുതി വർദ്ധിക്കുമ്പോൾ ബിസിനസ് ചെലവുകൾ ഉയരാനും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലകൾ വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും പ്രവാസികളുടെ ബജറ്റിന്റെ താളം തെറ്റും. ഇത് പ്രവാസികൾക്ക് സാമ്പത്തിക ബാധ്യത ഉയർത്തുന്ന ഒന്നുകൂടിയാണ്. കൂടാതെ പ്രവാസി സംരംഭങ്ങളുടെ വരുമാനത്തെയും ഇത് നേരിട്ട് തന്നെ ബാധിക്കും. ഒപ്പം നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ അളവിനെയും സ്വാധീനിക്കും. മറ്റൊരു മാറ്റം തൊഴിൽ നിയമങ്ങളിൽ UAE നിരന്തരം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. അതിനാൽ 2026 തൊഴിൽപരമായ കാര്യക്ഷമതയും തൊഴിലാളികളുടെ അവകാശങ്ങളും ഉറപ്പാക്കുന്ന കൂടുതൽ കർശനമായ നിയമങ്ങൾ പ്രതീക്ഷിക്കാം. നിലവിൽ UAE-യിലെ എല്ലാ മേഖലയിലും വ്യക്തമായ നിയമങ്ങളുണ്ട്. കൂടാതെ അടുത്ത വർഷം മുതൽ വിസകൾ പുതുക്കുന്നതിനും പുതിയ വിസ നേടുന്നതിനും കൂടുതൽ കർശനമായ യോഗ്യതാ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. ഇത് കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ള തൊഴിലാളികളെ സാരമായി ബാധിച്ചേക്കാവുന്ന ഒന്നുകൂടിയാണ്. അതിനാൽ തൊഴിൽ കരാറുകൾ കൃത്യമായി വായിച്ചു മനസ്സിലാക്കണം. തൊഴിൽ കരാറ് ഓരോ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. ഇതിലുള്ള ഓരോ കാര്യത്തെക്കുറിച്ചും കൃത്യമായ ധാരണയും ബോധ്യവും ഒക്കെ ഇല്ലെങ്കിൽ പല നിയമപരമായ പ്രശ്നങ്ങളിലേക്കും ചെന്ന് ചാടിയേക്കാം. അതിനു പുറമെ തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകുന്ന ഒന്നുകൂടിയാണിത്. ഏതെങ്കിലും രീതിയിൽ ഇത് ലംഘിക്കപ്പെടുകയാണെങ്കിൽ കോടതിയെ സമീപിക്കാനൊക്കെ വഴിയുള്ളതാണ്. അപ്പൊ തൊഴിൽ കരാറിനെ കുറിച്ചും അതിലുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചും എല്ലാം കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ഇനി മറ്റൊരു പ്രധാന മാറ്റം പ്രൊഫഷണലുകൾക്ക് UAE-യിൽ ദീർഘകാല താമസാനുമതി നൽകുന്ന ഗ്രീൻ വിസ, ഗോൾഡൻ വിസ പദ്ധതികളിൽ വരാൻ സാധ്യതയുള്ള മാറ്റങ്ങളാണ്. കൂടുതൽ ഉയർന്ന ശമ്പളവും പ്രത്യേക കഴിവുള്ള പ്രൊഫഷണലുകൾക്ക് മാത്രം വിസ നൽകുന്നതിലേക്ക് ഈ നിയമങ്ങൾ മാറിയേക്കാം. അതേസമയം UAE റോഡുകളിൽ അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി ട്രാഫിക് പിഴകൾ വർദ്ധിപ്പിക്കാനും ലൈസൻസ് എടുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ കടുപ്പിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതിനാൽ UAE-യിലെ ഡ്രൈവിംഗ് നിയമങ്ങൾ കർശനമായി പാലിക്കണം. കൂടാതെ നിയമലംഘനങ്ങൾ കാരണമുള്ള പിഴകൾ വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കും. സൈബർ ലോകത്തെ തട്ടിപ്പുകളും നിയമലംഘനങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഓൺലൈൻ ഇടപാടുകൾ, സോഷ്യൽ മീഡിയ ഉപയോഗം എന്നിവ സംബന്ധിച്ച നിയമങ്ങൾ കൂടുതൽ കടുപ്പിക്കും. സമൂഹ മാധ്യമങ്ങളിലൂടെയോ ഓൺലൈനിലൂടെയോ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഇനി പറയുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുകയും ആലോചിക്കുകയും വേണം. കാരണം UAE-യിൽ ഇതിനൊക്കെ വ്യക്തമായ ചില നിയമങ്ങളുണ്ട്. അതിനാൽ ഇത് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. ഉദാഹരണത്തിന് മതത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനോ ഒക്കെ വലിയ ശിക്ഷയാണ് നൽകുന്നത്. ഇതിനെല്ലാം വ്യക്തമായ നിയമങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ ഓരോരുത്തരും പാലിക്കണമെന്ന് UAE എടുത്തു പറയുന്നുണ്ട്. ഒപ്പം ഏതെങ്കിലും തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാകുന്നത് കടുത്ത ശിക്ഷയ്ക്ക് കാരണമാകുമെന്നതും ഓർത്തോളുക. UAE-യിൽ ഇടയ്ക്കിടെ മാറ്റങ്ങൾ വരാറുണ്ട്. അതിനാൽ പുതിയതായി എത്തുന്ന ആളുകൾ കൃത്യമായ നിയമങ്ങൾ, ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായ കാര്യങ്ങൾ എല്ലാം അറിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും. ഓരോ ഫോട്ടോ എടുക്കുന്നതിൽ പോലും കൃത്യമായ നിയമങ്ങൾ UAE-യിലുണ്ട്. അതിനാൽ UAE സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളിലൂടെയും അംഗീകൃത വാർത്താ മാധ്യമങ്ങളിലൂടെയും പുതിയ നിയമങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. തൊഴിൽ കരാറുകളോ വിസ സംബന്ധമായ കാര്യങ്ങളോ സംശയമുണ്ടെങ്കിൽ നിയമപരമായ സഹായം തേടാൻ മടിക്കരുത്. 2026 UAE-യിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പരിഷ്കാരങ്ങൾ പ്രവാസികളുടെ ജീവിതത്തിൽ ദൂരവ്യാപകമായ സ്വാധീനം ചെലുത്തും. നികുതി വർധനവ് ബിസിനസ് ചെലവുകൾ ഉയർത്തുകയും പ്രവാസികളുടെ ബജറ്റിനെ ബാധിക്കുകയും ഒക്കെ ചെയ്യാം. വിസ, തൊഴിൽ നിയമങ്ങളിലെ മാറ്റം കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെയും പ്രൊഫഷണലുകളെയും ഒക്കെ ഒരുപോലെ തന്നെ ബാധിക്കും.
അതിനാൽ UAE സർക്കാരിന്റെ ഔദ്യോഗിക വിവര സ്രോതസ്സുകൾ വഴി പുതിയ നിയമങ്ങളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്തെങ്കിലും സംശയങ്ങളോ ആശങ്കകളോ ഉണ്ടെങ്കിൽ നിയമപരമായ സഹായം തേടാവുന്നതാണ്. നിയമങ്ങൾ പാലിച്ചുകൊണ്ട് UAE-യിലെ ജീവിതം സുരക്ഷിതമാക്കാൻ പ്രവാസികൾ ജാഗ്രത പാലിക്കണം. സാമ്പത്തിക ബാധ്യത ഉയരാനും വിസ മാനദണ്ഡങ്ങൾ കടുക്കാനും സാധ്യതയുള്ളതുകൊണ്ട് പ്രവാസികൾക്ക് ഒരു മുന്നൊരുക്കം ആവശ്യമാണ്. ദശലക്ഷക്കണക്കിന് പ്രവാസികൾ UAE-യിൽ ജോലി ചെയ്ത് വരുന്നുണ്ട്. വ്യത്യസ്തമായ ഭാഷ, ജീവിത രീതി, ശൈലികൾ ഇതെല്ലാം ഇടപഴകിയാണ് അവര് ജീവിക്കുന്നത്. അതുകൊണ്ട് നിയമങ്ങൾ കർശനമാക്കേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം കൂടിയാണ്. ഈ നിയമങ്ങൾ കൊണ്ടുവരുന്നത് UAE-യിൽ ഉള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയൊന്നുമല്ല. ഇത്രയും ആളുകൾ ഒരുമിച്ച് ഒരു രാജ്യത്ത് തിങ്ങിക്കൂടി പാർക്കുമ്പോൾ ആ രാജ്യത്തിന്റെ ജനത്തിന്റെ ക്ഷേമത്തിനും സുരക്ഷിതത്വത്തിനുമെല്ലാം ഇത് അനിവാര്യമാണ്.